എല്ലാവരെയും കൃപാസന മാതാവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. തീർച്ചയായിട്ടും കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്തിനായിട്ടുള്ളൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യങ്ങളാണോ നിങ്ങൾ മാതാവിനോട് അപേക്ഷിക്കുന്നത്, തീർച്ചയായിട്ടും ആ മാതാവിനോട് അപേക്ഷിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും കമൻ്റായിട്ടിടുക. ആ പ്രാർത്ഥനാപേക്ഷ നടന്നു കിട്ടുന്നതിനും വരെ തീർച്ചയായിട്ടും മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതും നിങ്ങൾ കമൻ്റായിട്ടിടുക. തീർച്ചയായിട്ടും മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. എല്ലാവരും ഭക്തിയോട് കൂടെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഏത് സ്ഥലത്ത് നിന്നാണോ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, ആ സ്ഥലം ഏതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും, എത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, നിങ്ങൾ ഭക്തിയോടുകൂടി തന്നെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. സമാധാനത്തോടെ നിങ്ങളുടെ മനസ്സിനെ ആക്കിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അമ്മേ മാതാവേ, കൃപാസന മാതാവേ, അങ്ങയുടെ മുന്നിലേക്ക് ഇവരെ ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇവരുടെ ആവശ്യങ്ങളും അമ്മ മാതാവേ അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മ എന്നും അത്ഭുതം നടത്തുന്ന ആൾ തന്നെയാണ്. എന്നും തീർച്ചയായിട്ടും അമ്മ അത്ഭുതം നടത്തുന്ന ഒരാൾ തന്നെയാണ്. ഈശോയിലൂടെ പലതരത്തിലുള്ള അത്ഭുതങ്ങളും ഈ ലോകത്തിലേക്ക് അമ്മ നടത്തി കൊടുത്തിട്ടുണ്ട്. അമ്മ തീർച്ചയായിട്ടും ഈശോയിലൂടെ അത്ഭുതങ്ങൾ നടത്തും, ഉറപ്പാണ്. ഈശോയോട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈശോയും നടത്തും. തീർച്ചയാണ്, ഈശോയാണ് നടത്തുന്നത്. അപ്പം ഈ പരിശുദ്ധ കന്യമറിയമ്മേ, അമ്മേ മാതാവേ, ഇവരുടെ ആവശ്യങ്ങൾ അമ്മ കേട്ടുകൊണ്ട് അമ്മയുടെ ഇടപെടൽ ഇവരുടെ ജീവിതത്തിലുണ്ടാകണമേ. ഇവർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണ്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ്. ഒരുപാട് സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ. ഒരുപക്ഷെ കടബാധ്യതകളിലൂടെ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ജോലി കിട്ടാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ ജോലി ലഭിച്ചിട്ടും ആ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ എത്ര ബിസിനസ് ട്രൈ ചെയ്തിട്ടും ഒരു രീതിയിലുള്ള ബിസിനസ് ഗ്രോ ആവാതെ എപ്പോഴും തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം. അതുപോലെ തന്നെ അവർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്താൽ വീർപ്പ് മുട്ടി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അതുപോലെ തന്നെ ഒരുപാട് ഒറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് അവരുടെ ഇടയിൽ കഴിയുന്ന വ്യക്തികളായിരിക്കാം. അതുപോലെ തന്നെ രോഗിയായിട്ടുള്ളവരുണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, രോഗിയായിട്ടുള്ള അവർ. അതുപോലെ തന്നെ രോഗം മാറ്റുവാനായിട്ട് ഒരുപാട് പൈസകൾ മുടക്കിയിട്ട് ഒരു രീതിയിലുള്ള ഗ്രോത്തും ഒരു രീതിയിലുള്ള മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാതെ നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ. അതുപോലെ തന്നെ കുടുംബജീവിതം തകർന്നു നിൽക്കുന്ന വ്യക്തികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബജീവിതം തകർന്നു നിൽക്കുന്ന വ്യക്തികൾ. അതുപോലെ തന്നെ ഒരു കിടപ്പാടം പോലും ഇല്ലാതെ സാമ്പത്തികപരമായിട്ട് തകർന്നു നിൽക്കുന്ന ആളുകൾ. എല്ലാവരെയും, ഇത്തരം ആൾക്കാരെല്ലാവരെയും തന്നെ അമ്മ മാതാവ് അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ടിടുക. ആവശ്യങ്ങൾ സമർപ്പിച്ച് അമ്മയുടെ മുന്നിലേക്ക്, അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ ഇവരെ ഏൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഇവരെ അമ്മയുടെ കരസ്പർശത്താലും ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇവരിൽ നിന്ന് എടുത്തു നീക്കി അവരെ അമ്മയുടെ കരസ്പർശത്താൽ അവരെ സുഖപ്പെടുത്തണമേ. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകളിൽ നേരിടുന്നവരാണ് ഇവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്താലും എല്ലാം തന്നെ 100 മേനി വിളയുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണം. അമ്മ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടൽ നടത്തും എന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏത് സമയത്താണോ, ഏത് സാഹചര്യത്തിലാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, പരിശുദ്ധ കന്യാമറിയമേ, അമ്മേ മാതാവേ, കൃപാസന മാതാവേ, അവരെ കൈവിടരുത്. അവർ ഏത് സമയത്താണെങ്കിലും എത്ര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അമ്മ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരണം അവരെ. അതുപോലെ അമ്മയുടെ മുന്നിലേക്ക് അവർ താണു വീണ് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഇവരുടെ കുടുംബത്തെയും അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇവരുടെ കുടുംബത്തെയും അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ മുന്നോട്ട് കൊണ്ടുവരണം. അവരെ സമൂഹത്തിൽ അറിയപ്പെടുന്ന നല്ല വ്യക്തി
വ്യക്തികളും നല്ലൊരു കുടുംബമാക്കി മാറ്റണം അമ്മേ മാതാവേ. അവരുടെ മക്കളെയും അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അവരെയും അമ്മയുടെ ഇടപെടൽ മൂലം സൗഖ്യപ്പെടുത്തണം. അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിലും അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അമ്മ അവരെ കൈപിടിച്ച് ഉയർത്തണമേ അമ്മേ മാതാവേ. എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ടിടുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന 10 മിനിറ്റുള്ള പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക. തീർച്ചയായിട്ടും കൃപാസന മാതാവ് അനുഗ്രഹിക്കും. ഉറപ്പ് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നതാണ്.